ലോകത്തിലെ പ്രശസ്തമായ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും സ്വിസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. അത് ഏത് രീതിയിൽ നിങ്ങൾ സ്വരൂപിച്ച പണമാണെങ്കിലും സ്വിസ് ബാങ്കിന് അതൊരു പ്രശ്നമല്ല. അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ സ്വകാര്യത തന്നെയാണ് സ്വിസ് ബാങ്കിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏത് കള്ളനും കൊള്ളിവെപ്പുകാരനും പണം ഒരാളെയും പേടിക്കാതെ ബാങ്കിലിടാം. നിങ്ങൾക്കാർക്കെങ്കിലും സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടോ? വഴിയുണ്ട്. ചില നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം. സ്വാഗതം മൈൽ സ്റ്റോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ബാങ്ക് അക്കൗണ്ടുകളുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകൾ ലോക പ്രശസ്തമായത്. ഇവിടെ നിങ്ങൾക്ക് പണവും സ്വർണവും വജ്രങ്ങളും ഒക്കെ സൂക്ഷിക്കാം. വരും തലമുറയിലേക്ക് കൈമാറി കൊടുക്കാം. നിങ്ങളുടെ സ്വകാര്യത 100% അവർ ഉറപ്പുവരുത്തും. പ്രധാനമന്ത്രിയുടെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രശസ്തമായ പ്രഭാഷണവും വിവാദങ്ങളും നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരുപക്ഷെ സ്വിസ് ബാങ്കിലെ അക്കൗണ്ടുകൾ കിടക്കുന്ന ഇന്ത്യക്കാരുടെ 1 രൂപ പോലും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, കഴിയുകയുമില്ല. അത്തരത്തിലാണ് സ്വിറ്റ്സർലൻഡിലെ ബാങ്കിംഗ് നിയമങ്ങൾ എന്നതുകൊണ്ടുകൂടിയാണ് അങ്ങനെ സാധിക്കാതിരിക്കുന്നത്. അപ്പോൾ സ്വിസ് ബാങ്ക് ലോകമെമ്പാടും പ്രസിദ്ധമായതിൻ്റെ കാരണം എന്താണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ത്യയിലെ ശക്തരും സമ്പന്നരുമായ ആളുകൾ അവരുടെ SBI ബാങ്ക് ഉപേക്ഷിച്ച് സർക്കാരിൽ നിന്ന് രഹസ്യമായി പണം സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് ഇതിൻ്റെ പ്രയോജനം? ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ? പറയാം. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് കള്ളപ്പണം എന്നുള്ളത്? നോക്കൂ, നിങ്ങൾ സർക്കാരിൽ നിന്ന് മറച്ചുവെക്കുന്ന ഏതൊരു പണവും കള്ളപ്പണമാണ്. ഈ പണത്തിന്റെ ഉറവിടം നിങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി മറച്ചുവെച്ചിരിക്കുന്നതാവാം, അല്ലാത്തതുമാവാം. വാതുവെപ്പ്, കൊള്ളയടിക്കൽ, കള്ളക്കടത്ത്, മറ്റ് നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്ന പണമാണ് കള്ളപ്പണം. അതുപോലെ തന്നെ ഉദാഹരണത്തിന് നിങ്ങളൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സാധനങ്ങൾ വിൽക്കുന്നു, പണം വാങ്ങുന്നു. നിങ്ങൾ സാധനങ്ങൾ വിൽക്കുന്നതും പണം വാങ്ങുന്നതും ഒരു നിയമവിരുദ്ധ പ്രവർത്തനമല്ല. പക്ഷേ പണം വാങ്ങുമ്പോൾ നിങ്ങൾ ബില്ല് കൊടുക്കുന്നില്ല എങ്കിൽ ആ പണം നിങ്ങൾ സർക്കാരിനെ അറിയിക്കാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ പണം കള്ളപ്പണത്തിൻ്റെ കാറ്റഗറിയിലാണ് വരിക. ഈ പറഞ്ഞത് 1000-ഓ 2000-ഓ രൂപയ്ക്ക് കച്ചവടം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരുമായി കോർത്തിണക്കി വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് തോന്നിയേക്കാം. ചെറിയ കച്ചവടക്കാരെ ഒഴിവാക്കി കുറച്ചുകൂടി മുകളിലുള്ള ആൾക്കാരുമായി കണക്ട് ചെയ്തു വേണം ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ. ഒരു പരിധി കഴിഞ്ഞാൽ ഈ രീതിയിൽ സമ്പാദിക്കുന്ന പണം ചിലവഴിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആളുകൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഈ ബ്ലാക്ക് മണി വെളുപ്പിക്കാനുള്ള വഴികൾ തേടുകയാണ്. അവിടെയാണ് സ്വിസ് ബാങ്കിന്റെ പ്രസക്തി. സ്വിറ്റ്സർലൻഡ് സർക്കാർ ഒരുപാട് കാലം മുമ്പ് ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമപ്രകാരം ആ രാജ്യത്തെ ഒരു ബാങ്കുകൾക്കും തങ്ങളുടെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. ഈ നിയമം വന്ന ശേഷം യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലെയും പ്രമുഖരായ സമ്പന്നർ സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകളിലേക്ക് വലിയ തോതിൽ പണം നിക്ഷേപിക്കാൻ ആരംഭിക്കുന്നു. രഹസ്യ സ്വഭാവമുള്ള അക്കൗണ്ടുകളുടെയും സ്വിസ് ബാങ്കിന്റെയും ചരിത്രം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. സ്വിറ്റ്സർലൻഡ് സർക്കാർ 1934 മറ്റൊരു ബാങ്കിംഗ് നിയമം പാസാക്കി. അതിന്റെ ആർട്ടിക്കിൾ 47 പ്രകാരം സ്വിറ്റ്സർലൻഡിലെ ഏതെങ്കിലും ബാങ്ക് ഉപഭോക്താവിന്റെ വിവരങ്ങൾ ലോകമെമ്പാടുമുള്ള ഏതെങ്കിലും സർക്കാരുമായോ ടാക്സ് ഏജൻസിയുമായോ പങ്കിട്ടാൽ അത് ശിക്ഷാർഹമായ കുറ്റമായിരിക്കും. അത് ഒരു കുറ്റവാളിയുടെ വിശദാംശമാണെങ്കിൽ പോലും ആരെങ്കിലും ഇത് ലംഘിച്ചാൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരിക്കും ഇത്. ഈ നിയമം ലോകമെമ്പാടും ഉണ്ടായിരുന്നതും ഇപ്പോഴുള്ളതുമായ ഏറ്റവും ശക്തമായ ബാങ്കിംഗ് നിയമമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതെല്ലാം കണ്ട് ലോകമെമ്പാടുമുള്ള സമ്പന്നരും ശക്തരുമായ ആളുകളുടെ ആകർഷക സ്ഥലമായി മാറി സ്വിറ്റ്സർലൻഡ്. കാരണം അവരുടെ കള്ളപ്പണത്തിനും അപാരമായ സമ്പത്തിനും ഇനി ആരോടും മറുപടി പറയേണ്ടതില്ല, ആരെയും പേടിക്കേണ്ടതില്ല. ഉസാമ ബിൻ ലാദൻ പോലും ആദ്യം തിരഞ്ഞെടുത്തത് സ്വിസ് ബാങ്ക് ആയിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ സവിശേഷത അന്നും ഇന്നും ഈ രാജ്യം രാഷ്ട്രീയമായി നിഷ്പക്ഷമാണ് എന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഇങ്ങനെയൊരു ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്കാർക്ക് അതിൽ പണം ഉണ്ടാകുമായിരുന്നോ? ആലോചിച്ച് നോക്കൂ. എല്ലാ കാലത്തും അവർ നിഷ്പക്ഷതയുടെ പാത തിരഞ്ഞെടുത്തു. ഇതൊരു രാജ്യത്തെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണ്. അതിസമ്പന്നരോ കള്ളപ്പണമുള്ളവരോ മാത്രമല്ല സ്വിസ് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത്. സ്വകാര്യതയ്ക്ക് പുറമെ മറ്റ് പല കാരണങ്ങളാലും ഇങ്ങനെ സംഭവിക്കുന്നു. ലോകത്തെ ഏത് രാജ്യത്തുള്ളവർക്കും സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. നിങ്ങളെയും എന്നെയും പോലുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. എന്നാൽ 1 മില്യൺ സ്വിസ് ഫ്രാങ്ക് എങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. സ്വിസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. 6 മാസമെങ്കിലും സാധുവായ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ ഇതോടൊപ്പം നിങ്ങളുടെ കഴിവുകൾ മുതൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്തത്, നിങ്ങൾ സമർപ്പിക്കുന്ന ഫണ്ട്, ഈ ഫണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളിൽ വന്നു തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബയോഡാറ്റ സമർപ്പിക്കുകയും വേണം. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അന്താരാഷ്ട്ര ഉപഭോക്താക്കൾക്ക് സ്വിസ് ബാങ്കുകളിൽ ലഭ്യമാണ്.
നോക്കൂ, നേരത്തെ ഇത് വളരെ ലളിതമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്വിറ്റ്സർലൻഡിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഒരുപാടുണ്ടായിട്ടുണ്ട്. കൂടാതെ പുതിയ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമങ്ങളും വന്നിട്ടുണ്ട്. അതിനാൽ സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്നത് മുമ്പത്തെ അപേക്ഷിച്ച് അല്പം കടുപ്പമേറിയതാണ്. എന്നാൽ ഇത്രയും കണിശതയ്ക്ക് ശേഷവും ലോകയുദ്ധത്തിന്റെ കാലത്തെ പോലെ കോവിഡ് സമയത്ത് സ്വിസ് ബാങ്കിലേക്ക് കൂടുതൽ പണം വരാൻ തുടങ്ങി. ഇന്ന് നടക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിനും അത് തന്നെ ആവർത്തിക്കുന്നു. അനിശ്ചിതത്വം കാരണം ഉക്രൈനിലെയും റഷ്യയിലെയും ആളുകൾ അവരുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്വിസ് ബാങ്കിന്റെ ആവശ്യം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നോക്കൂ, ഏതൊരു കുടുംബത്തിനും സ്വിസ് ബാങ്കിൽ ഒരു സാധാരണ അക്കൗണ്ട് തുറക്കാൻ കഴിയും. മിനിമം ആവശ്യകത നിറവേറ്റിയാൽ മതിയാവും. ഇന്ത്യയിൽ നിന്നുള്ള നമുക്കും ഒരു അക്കൗണ്ട് തുറക്കാം. എന്നാൽ സ്വിസ് ബാങ്ക് അതിന്റെ നമ്പറുള്ള അക്കൗണ്ടുകൾക്ക് പ്രസക്തമാണ്. ശക്തരും പണക്കാരും പണം സൂക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള അക്കൗണ്ടാണിത്. ഇതിനായി നിങ്ങൾ സ്വിറ്റ്സർലൻഡ് ഒരു തവണ സന്ദർശിക്കേണ്ടതുണ്ട്. നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനുള്ള കരാർ സ്വിറ്റ്സർലൻഡുമായി ഇല്ലാത്ത ഒരു രാജ്യത്തെ പൗരനാണ് നിങ്ങളെങ്കിൽ ഈ അക്കമിട്ട അക്കൗണ്ടിന്റെ വിവരങ്ങൾ ആരുമായും പങ്കുവെക്കപ്പെടില്ല. ലോകത്തിലെ എത്ര ശക്തമായ സർക്കാരാണ് നിങ്ങളുടെ രാജ്യം ഭരിക്കുന്നത് എങ്കിലും നിങ്ങളുടെ സ്വകാര്യത പൂർണ്ണമായും അവർ സംരക്ഷിക്കും. എല്ലാം പരിശോധിച്ച് സ്വിസ് ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ഉപഭോക്താവിന്റെ ഐഡന്റിറ്റി പരീക്ഷിക്കുക എന്നതാണ് സ്വിസ് ബാങ്കിന്റെ മുൻഗണന. സ്വിസ് ബാങ്കിന്റെ കമ്പ്യൂട്ടറിൽ അക്കൗണ്ടുകൾക്കായുള്ള ഉപഭോക്താവിന്റെ പേര് പോലും കാണാൻ സാധിക്കില്ല. അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അക്കൗണ്ട് ഉടമയുടെ പേര് പോലുമില്ല. ഇത് മുഴുവൻ അക്കൗണ്ടിന്റെയും അടിസ്ഥാനമായ ഒരു നമ്പർ മാത്രമായിരിക്കും. ഇതിന്റെ വാർഷിക ചാർജ് ഏകദേശം $300 അതായത് 24,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ്. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പുറത്ത് താമസിക്കുന്നതാണെങ്കിൽ ബാങ്കിന് നിങ്ങളിൽ നിന്ന് നോൺ റെസിഡൻഷ്യൽ ഫീസും ഈടാക്കാം. ഇതിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വിവരങ്ങൾ സർക്കാരിലേക്ക് പോകാമെന്നതിനാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ രാജ്യത്തേക്ക് പോകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സൗകര്യവും സ്വിസ് ബാങ്ക് ലഭ്യമാക്കും. എന്നാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അയക്കാതെ ഇരിക്കുന്നതിന് ബാങ്കുകളിൽ പ്രത്യേകം ഫീസ് നിങ്ങൾ അടക്കേണ്ടി വരും. വലിയ ആളുകൾ തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുന്നു. സ്വിസ് ബാങ്ക് പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഭൂഗർഭ ബങ്കറുകളുള്ള ലോക്കറുകളും നൽകുന്നു. ഇതിൽ ഭൂരിഭാഗവും സ്വിറ്റ്സർലൻഡിലെ പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ സൈന്യം ഉപയോഗിച്ചതും പിന്നീട് സ്വിസ് ബാങ്ക് വാങ്ങിയതുമായ സൈനിക ബങ്കറുകളാണിവ. എല്ലാവർക്കും ഈ ബങ്കറുകൾ ലഭിക്കില്ല. നിരവധി സുരക്ഷാ അനുമതികൾ പാസ്സായ ക്ലയന്റുകൾക്ക് മാത്രമേ അവ ലഭ്യമാവൂ. ഈ ബങ്കറുകളിലേക്ക് റോഡ് മാർഗം എത്താൻ പോലും സാധിക്കില്ല. ഇത് ബോധപൂർവം ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഒന്നുകിൽ വിമാനങ്ങൾ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ വഴി മാത്രമേ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ഈ നിലയിലുള്ള സുരക്ഷയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ നിലവറകൾ ഏകദേശം $5 ലക്ഷം വാടകയ്ക്ക് ലഭ്യമാണ്. ഇപ്പോൾ ചിന്തിക്കൂ, വാടക എത്രയായിരിക്കുമ്പോൾ അതിനുള്ളിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾക്ക് എത്ര വില വരും. എന്നാൽ ലോകത്ത് പല രീതിയിലും വളരെ സമ്പന്നരായ ആളുകളുണ്ട്. അവർക്ക് ഇത്രയും വാടക കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടേ അല്ല. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ആളുകൾ കറൻസിയിലുള്ള വിശ്വാസം കുറഞ്ഞു. ആളുകൾ സ്വർണം, വജ്രം തുടങ്ങിയ സാധനങ്ങൾ വാങ്ങി ഈ ബങ്കറുകളിൽ സൂക്ഷിക്കുന്നതും കോഡ് ഉപയോഗിച്ച് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ഒരു സ്വിസ് ബാങ്കും തങ്ങളുടെ ഇടപാടുകാരെക്കുറിച്ച് വിവരങ്ങൾ വിദേശ സർക്കാരുകൾക്ക് നൽകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സർക്കാരിന് കാര്യമായ ക്രിമിനൽ ആരോപണങ്ങൾ ഉണ്ടായിരിക്കണം. നികുതി വെട്ടിപ്പ് പോലെയുള്ളവയൊന്നും സ്വിറ്റ്സർലൻഡിൽ വലിയ കുറ്റകൃത്യമായി കണക്കാക്കുന്നില്ല. അതിനാൽ നികുതി വെട്ടിപ്പ് കേസുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിവരങ്ങൾ അവർ നൽകുന്നില്ല. എന്നാൽ സ്വിസ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ വെബ്സൈറ്റ് അനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ, ക്രിമിനൽ ഓർഗനൈസേഷൻ മോഷണം, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയ കേസുകൾ ഉണ്ട് എങ്കിൽ വിവരങ്ങൾ പങ്കിടാമെന്നാണ്. എന്നാൽ വിവരങ്ങൾ മാത്രമേ പങ്കിടൂ. എല്ലാ പണവും ശേഖരിച്ച് തിരികെ നൽകും എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിമിനൽ പ്രവർത്തനം കണ്ടെത്തുന്നതിന് മാത്രമാണ് ഈ വിവരങ്ങൾ നൽകുക. നേരത്തെ ഇതുപോലും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. നിങ്ങൾ പണം സൂക്ഷിക്കുമ്പോൾ ഉപഭോക്താവിന് പലിശ ലഭിക്കുന്നു. ഇന്ത്യയിൽ പലിശ 2.5% മുതൽ 7% വരെയാണ്. എന്നാൽ സ്വിസ് ബാങ്കിൽ -0.75 ആണ് പലിശ. അതായത് 1 ലക്ഷം രൂപയാണെങ്കിൽ 750 രൂപ റിവേഴ്സ് പലിശയായി നമ്മൾ അങ്ങോട്ട് നൽകേണ്ടി വരുമെന്നർത്ഥം. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെ കാരണം അവിടെയുള്ള ശക്തവും സ്ഥിരതയുള്ളതുമായ കറൻസിയാണ്. ഇപ്പോൾ ഒരു സ്വിസ് ഫ്രാങ്കിന് 88 രൂപ വിലയുണ്ട്. എന്നാൽ 2010 ഒരു സ്വിസ് ഫ്രാങ്കിന്റെ വില 44 രൂപയായിരുന്നു. അതായത് 2010 ആരെങ്കിലും തന്റെ കറൻസി സ്വിസ് ഫ്രാങ്കിലേക്ക് മാറ്റി സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന്റെ മൂല്യം 2023 ഇരട്ടിയാകുമായിരുന്നു എന്നർത്ഥം. സ്വിറ്റ്സർലൻഡിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരവും ശക്തവുമാണ്. സുരക്ഷയും മൂല്യവും തമ്മിലുള്ള വലിയ സന്തുലിതാവസ്ഥയുണ്ട്. ഏതെങ്കിലും കാരണത്താൽ അക്കൗണ്ട് ഉടമ മരിച്ചാൽ ആ സാഹചര്യത്തിൽ നോമിനിയെ പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ പണം അതേപടി കൈമാറ്റം ചെയ്യപ്പെടും. എല്ലാ വിശദാംശങ്ങളും നോമിനിക്ക് കൈമാറും. എന്നാൽ നോമിനി ഇല്ലാതിരിക്കുകയും അക്കൗണ്ട് ഉടമ മരിക്കുകയും ചെയ്താൽ സ്വിസ് ബാങ്ക് അത് അറിയുന്നില്ല എന്നതാണ് സത്യം. കാരണം സ്വിസ് ബാങ്ക് ഒരു അക്കൗണ്ട് ഉടമയും സ്വയമേവ അങ്ങോട്ട് ബന്ധപ്പെടുന്ന പതിവേയില്ല. കാരണം അക്കൗണ്ട് ഉടമയുടെ രഹസ്യം വെളിപ്പെടാൻ ഇത് കാരണമായേക്കാം എന്നതുകൊണ്ടാണ്. വേൾഡ് വാർ സമയത്ത് ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളിൽ ഇത് സംഭവിച്ചു. 2014 OECD ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ നികുതിദായകരുടെ സാമ്പത്തിക വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കുമെന്ന പ്രഖ്യാപനം നടത്തി.
50 രാജ്യങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. അതിൽ സ്വിറ്റ്സർലൻഡും ഇന്ത്യയും ഉൾപ്പെടുന്നു. സ്വിസ് ബാങ്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം തിരികെ കൊണ്ടുവരുമെന്ന തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ്. മുമ്പ് സ്വിസ് ബാങ്കിൽ നിന്ന് പണം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന വാഗ്ദാനവുമായി മോദി സർക്കാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. 2018 ഇന്ത്യയും സ്വിറ്റ്സർലൻഡും വിവരങ്ങൾ സ്വയമേവ കൈമാറ്റം ചെയ്യുന്ന സംവിധാനം നടപ്പിലാക്കി. അതിന് കീഴിൽ സ്വിസ് ബാങ്കുകളുടെ അക്കൗണ്ട് വിവരങ്ങളും ഇന്ത്യൻ സർക്കാരുകളുടെ സാമ്പത്തിക വിവരങ്ങളും ഇന്ത്യൻ സർക്കാരുമായി സ്വിസ് ബാങ്ക് പങ്കിട്ടെങ്കിലും വന്ന ലിസ്റ്റ് ഒരു പ്രയോജനവുമില്ലാത്തതാണ്. കാരണം ഉടമ്പടി അനുസരിച്ച് ഈ ഡാറ്റ നികുതി ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇന്ത്യക്ക് കൈമാറിയത്. ഈ വിശദാംശങ്ങളെല്ലാം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ അതിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയുള്ളൂ. OECD മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ഡാറ്റ പരസ്യമാക്കാനും കഴിയില്ല. അതിനാൽ ലിസ്റ്റ് വന്നു, എല്ലാവരുടെയും പേരും വന്നിട്ടുണ്ട്, പക്ഷെ അത് പറയാൻ കഴിയില്ല എന്നർത്ഥം. ഇതിനിടയിൽ ആളുകൾ അവരുടെ അക്കൗണ്ടുകൾ മറ്റൊരിടത്തേക്ക് മാറ്റുകയും പണം ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറ്റുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡ് അതിന്റെ വിശദാംശങ്ങളൊന്നും പങ്കിടുന്നുമില്ല. 2015 ഇന്ത്യൻ എക്സ്പ്രസ് സ്വിസ് ലീക്ക് എന്ന പേരിൽ ചിലരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചു. കൂടാതെ അവർ സ്വിസ് ബാങ്കിൽ എത്ര പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും. അതിൽ മുകേഷ് അംബാനി, അനിൽ അംബാനി തുടങ്ങി പല മുഖ്യമന്ത്രിമാരുടെയും പേരുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി വായിച്ച് രസിക്കാം എന്ന് മാത്രം. പക്ഷെ അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, ഈ ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ ചിന്തിക്കും ഇന്ത്യക്കാർ സ്വിസ് ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നത് കുറച്ചിട്ടുണ്ടാകാമെന്ന്. എന്നാൽ കഥ അങ്ങനെയല്ല. 2020 സ്വിസ് നാഷണൽ ബാങ്കിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ പണം നിക്ഷേപിച്ച ഇന്ത്യക്കാർ കഴിഞ്ഞ 13 വർഷത്തെ റെക്കോർഡ് തകർത്തുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെത്തുന്ന കള്ളപ്പണം 5-6 മാർഗങ്ങളിലൂടെയാണ് പോകുന്നത്. അതായത് മറ്റേതെങ്കിലും രാജ്യത്തുനിന്ന് ഹവാല വഴിയാണ് അത് അയക്കുന്നത്. ഈ കാരണത്താൽ തന്നെ ഏത് പണം ആരുടേതാണ് എന്നും എവിടെ നിന്ന് വന്നു എന്നും കണ്ടെത്താൻ ഇന്ത്യൻ സർക്കാരിന് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷമായി കള്ളപ്പണത്തെക്കുറിച്ച് ഒരു പൊതു ചർച്ച നടക്കുന്നു. ആദ്യം നോട്ട് നിരോധിച്ചു. അതിനു പിന്നാലെ സ്വിസ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഉടമകളുടെ പട്ടികയും വന്നു. എന്നാൽ ഇന്ത്യയിൽ ഒരു പൈസ പോലും തിരികെ വന്നില്ല. ഒന്നുകിൽ കള്ളപ്പണം വിനിയോഗിക്കുന്നവർക്ക് അവരുടെ പണം മുൻകൂറായി നിക്ഷേപിക്കാൻ കഴിഞ്ഞു. അത് ചിലപ്പോൾ ആരുടെയൊക്കെയോ സഹായത്തോടെയുമാവാം. അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓരോ ഘട്ടങ്ങളിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി രക്ഷപ്പെടാമെന്നും അതിന് സഹായം ലഭിക്കുമെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം പണത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെയോ രാഷ്ട്രീയ വർഗവുമായി അടുപ്പമുള്ള ആളുകളുടെയോ ആയിരിക്കും. അല്ലെങ്കിൽ പണത്തിന്റെ പങ്ക് കൃത്യമായി എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു പോറലും സംഭവിക്കില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ചിലപ്പോൾ BJP വരും, ചിലപ്പോൾ കോൺഗ്രസ് വരും, ചിലപ്പോൾ കൂട്ടുകക്ഷി ഭരണം വരും, ഭരണമാറ്റവും സംഭവിക്കും. ഈ അവസരങ്ങളിലൊക്കെ ഈ കള്ളപ്പണം സ്വരൂപിച്ചവരെ സഹായിച്ചവരെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ കേവലം രാഷ്ട്രീയ നാടകങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ നേട്ടത്തിന്റെ പേരിലും മാത്രം നടക്കുന്ന അറസ്റ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു നടപടിയും ഇതിനു മുകളിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് സത്യം. വലിയ ശബ്ദത്തിൽ പ്രസംഗിച്ചത് അല്ലാതെ ഒരു രൂപ പോലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല. പകരം ഇരട്ടിപ്പണം രാജ്യത്തിന് പുറത്തേക്കൊഴുകുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.